السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم على سيدنا محمد وآله وصحبه. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന LP അറബിക് എക്സാമിൽ നിന്ന് വന്നിട്ടുള്ള ഈ ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ ഈ 2 ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കുറച്ചധികം ഏതാണ്ട് 30 അടുത്ത് ക്വസ്റ്റ്യൻസ് ഈ 2 ഏരിയയിലും കൂടി ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാം കൂടി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് ഏറെക്കുറെയൊക്കെ ചർച്ച ചെയ്യാം. പിന്നെ എക്സാം എടുത്തിട്ടുണ്ട്. കൂടുതൽ ക്ലാസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതും വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ LP എക്സാമിൻ്റെ ഒരു ശൈലി ഒന്നുകൂടി വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് അതൊന്നുകൂടി എളുപ്പമായിരിക്കും, ചില ആളുകൾക്ക് കുറച്ച് കടുപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ട്രാൻസ്ലേഷൻ ക്ലാസ്സുകളിലൊക്കെയും റീഡിങ് കോംപ്രിഹെൻഷൻ ശ്രദ്ധിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട സെഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ എക്സാം നടന്നിട്ടുള്ളത്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇസ്തിആബുൻ നുസൂസ് കഴിയുന്നവർക്ക് അത് എളുപ്പമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. മറ്റു ചില കൂട്ടരിപ്പോൾ ചില ആളുകൾ ഈ ലിറ്ററേച്ചറും മറ്റൊക്കെ കാര്യമായിട്ട് അങ്ങനെ പഠിച്ച് പോയവർക്ക് എളുപ്പം ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഉണ്ടാകും ഒരുപക്ഷെ. ഏതായിരുന്നാലും അതൊക്കെ പരീക്ഷയുടെ സ്വാഭാവികതകളിൽ മാത്രം പെട്ടതാണ്. ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തെ ഒരു ഗതിയും നിർണ്ണയിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. 1, 2, 3 പോയാൽ എന്ത് എന്നുള്ളൊരു മനസ്ഥിതി ആയിരിക്കണം നമ്മുടേത് എന്നുള്ളതാണല്ലോ. എപ്പോഴും അള്ളാഹു നമുക്ക് ഹൈറേ തരുള്ളൂ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ മോമിനിന് ഉണ്ടാവേണ്ടതുമാണല്ലോ, മോമിനിങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പഠിച്ചവൻ എന്തായാലും ഹൈറേ നമുക്ക് തരുള്ളൂ എന്നുള്ള തഫാവുൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം. അല്ലെങ്കിൽ ജീവിതം ആകെ കൊളാപ്സ്ഡ് ആകും. കൂടുതൽ സമയം ഞാൻ ഇനി സംസാരിക്കുന്നില്ല, നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരാം. ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ, പ്രിന്റിങ് മിസ്റ്റേക്കും അല്ലാത്ത മിസ്റ്റേക്കും ഒക്കെ നിറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തീരെ കെയർലെസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് നഖദ് ചെയ്യാൻ നമുക്ക് അർഹത ഉണ്ട്, ആ നിലക്ക് പറഞ്ഞെന്ന് മാത്രം. അൽ മുസ്തലഹ് അൽ ഇൻജിലീസി മുഖാബിൽ തവാസുൽ അൽ ഇജ്തിമായി. തവാസുൽ ഇജ്തിമായിക്ക് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് ടേം എന്താണ് ചോദ്യം. നമുക്ക് കൂടുതൽ സമയം എടുത്തിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ ഇവർ കൊടുത്തിട്ടുള്ളത് സോഷ്യൽ നെറ്റ്വർക്കാണ്. ഇതിലുള്ളതിൽ ശരി അതാണ്. ഇതിൽ ഉള്ളതിൽ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. തവാസുൽ ഇജ്തിമായിക്ക് സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് തന്നെയാണ് പറയാറുള്ളത്. സോഷ്യൽ നെറ്റ്വർക്കിന് ഷബക്ക ഇജ്തിമായി എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിൽ സോഷ്യൽ റിലേഷൻ എന്തായാലും ആവില്ല, അതിന് അലാഖ ഇജ്തിമായിയ എന്നേ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ അലയൻസ് എന്തായാലും പറ്റില്ല. അലയൻസിനെ തഹാലുഫ് ആണല്ലോ, നമുക്കറിയാമല്ലോ. തഹാലുഫ് അതായത് തഹാലുഫ് അൽ ഇജ്തിമായി എന്നാണ്. പബ്ലിക് റിലേഷൻ നമുക്കറിയാം അലാഖ ആമ്മയാണ്, അലാഖാത്ത് ആമ്മ പബ്ലിക് റിലേഷൻസ്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളതിൽ ശരിയായ ഉത്തരം സോഷ്യൽ നെറ്റ്വർക്കുകളാണ്. അങ്ങനെ ഒരർത്ഥം അതിനുണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരർത്ഥം അതിനുള്ള റിലേഷൻ ആലാഖ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് അവർ എങ്ങനെ തഹാലുഫ് എന്നാണ് പറയുക.
അല്ല, സോഷ്യൽ റിലേഷൻസിനും പറയാൻ പറ്റുമോന്ന്? പറയാൻ പറ്റില്ല. അലാഖ ഇജ്തിമാഇയ്യ എന്നാണ് പറയാ. റിലേഷൻ എന്നുള്ളതിന് തവാസുൽ പറയാൻ പറ്റില്ല. തവാസുൽ എന്നുള്ളതിന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയല്ലേ സാറേ? പറയും. തവാസുൽ കമ്മ്യൂണിക്കേഷൻ അത് എന്ന് പറയും. ബേസില് സോഷ്യൽ റിലേഷൻ എന്ന് വിചാരിച്ചു. അങ്ങനെ ബന്ധപ്പെടുത്തി നോക്കെ. അത് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, വകുപ്പില്ല. പെഡഗോജിയിൽ അത് കണക്ട് ചെയ്തിട്ട് കൊടുത്തത്. കാരണം നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ. നെറ്റ്വർക്കിന് വേറെ ഏതോ ഒരു വാക്ക് ഉപയോഗിക്കില്ലേ? ഷബക്കാന്ന് പറയാറുണ്ട്. ഷബക്കാന്ന് പറയാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ അല്ലേ? അലയൻസ് എന്താ സാറേ? സോഷ്യൽ അലയൻസ് തഹാലുഫ് ഇജ്തിമാഇ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് അധികം ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിൽ എല്ലാവരും ശരിയാക്കിയിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് ഈ ഉത്തരം. ഇത് ആർക്കും തെറ്റിയതായിട്ട് കേട്ടിട്ടില്ല. ഇതിന്റെ ഉത്തരം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഓപ്ഷൻ സി തന്നെയാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ശരിക്കാന്ന് പറഞ്ഞ കമ്പനി സ്വൈതലിയ ഫാർമസിയാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ടാകും. മാനുഫാക്ചറിങ് കമ്പനി അല്ല, അതിന് ശരിക്ക സുനാഇയ എന്നാണ് പറയുക. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിന് മുഅസ്സസത്തു അത്തിജാറ എന്നാണ് പറയുക. എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളതിന് മുഅസ്സസ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. കൊമേഴ്ഷ്യൽ എന്നുള്ളതിന് തിജാരിയ. ഇപ്പൊ മുഅസ്സസ തിജാരിയ, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്. ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി എന്നുള്ളതിന് ശരിക്കത്തു തൗസിയ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തൗസിയാണല്ലോ. കമ്പനി ശരിക്കത്തു തൗസിയ. അപ്പൊ ഇത് എല്ലാവർക്കും ശരിയാണ്. ഇതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ അല്ലെ? മാനുഫാക്ചർ എന്ന ഉണ്ടാക്കുന്ന നിർമ്മാണം, ഓക്കെ. ആം ബാച്ചിലർ, ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഐ ആം ബാച്ചിലർ അല്ലേ? ഓക്കെ, ഇതും എല്ലാവരും ശരിയാക്കി ഉണ്ടാവും അല്ലേ? ഓപ്ഷൻ ഡി എന്നാണല്ലോ ഉത്തരം. അന റജുലുൻ അഅസബ്. ഇവിടെ റജുലു ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അന അഅസബ്, ഐ ആം ബാച്ചിലർ. പിന്നെ നമ്മൾ ഐ ആം സിംഗിൾ എന്നുള്ളതിനും അന അഅസബ് എന്ന് പറയും. സിംഗിൾ എന്ന് പറഞ്ഞാലും ബാച്ചിലർ തന്നെയാണ് അർത്ഥം. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു പദം ദഫഅത്ത് എന്നുള്ളതാണ്. ദഫഇ നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ദഫഅത്ത് എന്താ? കറക്റ്റ്, ബാച്ച്. നെക്സ്റ്റ് നോക്കാം. ഇത് തൗസിഉ മുഖ്തസരി റാം ഫിൽ അറബിയ. റാമിന്റെ മറ്റേ എക്സ്പാൻഷൻ ക്വസ്റ്റ്യൻ ഇതുപോലെ ഇതിലുണ്ടായിട്ടുണ്ട്. 1-2 ഉണ്ടായിട്ടുണ്ട്. റാം, ഇതും പലർക്കും കിട്ടിയ തന്നെ ആവാനാ സാധ്യത. ഇതും കടുപ്പുള്ളതല്ല, ഈസി തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ്. ദാക്കിറത്തുൽ വുസൂൽ അൽ അശ്വഇയ്യ, റാൻഡം ആക്സസ് മെമ്മറി. ദാക്കിറത്ത് മെമ്മറി ആണല്ലോ. അൽ അശ്വഇയ്യ എന്ന് പറഞ്ഞാൽ റാൻഡം. പിന്നെ ഇത് ബാക്കിയുള്ളതൊന്നും ചൂസ് ചെയ്യാനുള്ള സാധ്യതയും ഇല്ല, എലിമിനേഷൻ തന്നെ നടത്താൻ പറ്റും. ഷബക്കത്തുൽ വുസൂലിൽ ലോക്കൽ എന്നാണ്. ലോക്കൽ ആക്സസ് നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കോ. അൽ ബരീദ് അൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പോണില്ല. മസ്റഹു അൽ ഹിലാലിൽ അഹ്മർ, നമ്മളെ റീജിയണലും വരാറുണ്ട്. ഇഖ്ലീമിയ റീജിയണൽ ശരി തന്നെയാണ്. എൻ്റെ ട്രാൻസ്ലേഷനിൽ റീജിയണൽ വരും. ഹിലാലുൽ അഹ്മർ നിങ്ങൾ മറ്റേതിൽ പഠിച്ചിട്ടുണ്ടാവും. മാലുമാത്ത് അമൽ, പിന്നെ ജനറൽ അഫയേഴ്സ്, റെഡ് ക്രസന്റ്. യെസ്. ഓക്കെ, ഇതിൽ ദാക്കിറാന്ന് കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പറഞ്ഞതുപോലെ, കമന്റിൽ പറഞ്ഞതുപോലെ ദാക്കിറാന്ന് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ അതിൽ അശ്വായി എന്ന് കണ്ടാലും അശ്വായി എന്താന്ന് നമുക്ക് അറിയാൻ സാധ്യത ഉണ്ടല്ലോ. റാൻഡം എല്ലാവരും ദാക്കിറ വന്നാലേ പ്രശ്നമാവാം. അതെ, ഇത് എളുപ്പം തന്നെ. ഓക്കെ, മാസങ്ങളുടെ പേരുകൾ നമ്മൾ ഏതോ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മാസങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ശരിയല്ല എല്ലാവരും. ചില ആൾക്കാർ ജനുവരി അറിയാതെ തെറ്റിപ്പോവും. കാരണം ഡിസംബർ ഒരിക്കലും മനസ്സിക്ക് വരില്ലല്ലോ.
കാനൂൻ അവൽ ഡിസംബറും കാനൂൻ സാനിയാണ് ജനുവരി. ഓക്കെ, അടുത്ത നോക്കല്ലേ. മുഖ്തസറ തഅബീർ അൽ അറബി. ഇത് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ഖുവ എന്നുള്ളതിന് അൽ മവാരിദ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. വിസാറത്തു തൻമിയത്തിൽ ഖുവൽ ബഷരിയ ഫിൽ ഇൻജിലീസിയ. മവാരിദ് എന്നും പറയാറുണ്ട്, ഖുവ എന്നും പറയാറുണ്ട്. രണ്ടും ശരിയായ ഉപയോഗം തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. MHRD. MHRDക്കാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. വിസാറത്ത്, മിനിസ്ട്രി, തൻമിയത്ത്, ഡെവലപ്മെന്റ്, അൽ ഖുവൽ ബഷരിയ, ഹ്യൂമൻ റിസോഴ്സ്, HR. ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതുമാണല്ലോ. സാർ അതൊന്നും കൂടി പറയോ? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, വിസാറത്ത്, മിനിസ്ട്രി, തൻമിയത്ത്, ഡെവലപ്മെന്റ്, അൽ ഖുവൽ ബഷരിയ, ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാമല്ലോ അല്ലേ. നെക്സ്റ്റ് നോക്കാം. സാറേ അതില് എച്ചും എം ഒക്കെ കാണുമ്പോ തന്നെ ഉറപ്പിക്കാം. അതെ അതെ അതെ, കറക്റ്റ്. തർജമ അറബിയ ലികലിമത്തി എക്സ്ട്രീംലി ഖദ് വറദത് ഫി ജുംല. ഏതൊക്കെ ജുംലയിലാണ് എക്സ്ട്രീംലി എന്നുള്ള പദം വന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ബി മാത്രമാണ്. അതായത് ഇതില് അസുഖം എന്നൊക്കെ പറയുമ്പോഴേ ഏറ്റവും കറുപ്പ് എന്ന് പറയൂലേ? ഡാർക്ക് നയിക്കും പറയാം. പറ്റൂലേക്കൂലേ? അതായത് കൊളക്കേഷൻ വളരെ പ്രധാനമാണ്. എല്ലാ പദവും കടും എന്നുള്ളതിന് എക്സ്ട്രീംലി നല്ലോടത്ത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതില് അൽ ഖമീസുൽ ജദീദ് ലൗനുഹു അസ്വദു ഫാഹിം, അതില് എക്സ്ട്രീംലി എന്നുള്ള പദം ഇല്ല. അതെ അതെ. അശ്ശാരിഉ റഈസി മുസ്ദഹിമുൻ ലിൽ ഗായ. എക്സ്ട്രീംലി അത് തിരക്കുള്ളതാണ്. മെയിൻ റോഡ്. ഈ ഓയ പറഞ്ഞ ഇവിടെ എന്താ മീനിങ്? ലിൽ ഗായ, എക്സ്ട്രീംലി. ഇതാണ് എക്സ്ട്രീംലി എന്നുള്ളത്. അല്ലാതെ മുസ്ദഹിമല്ല അല്ലെ? മുസ്ദഹിമ തിരക്കുള്ളന്നല്ലേ? പിന്നെ ഫി ഷമാലിൽ മദീന ജമലുൻ, ജമലല്ല ജബലല്ലേ, ഇത് തെറ്റിപ്പോയതാട്ടോ, ജബല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ജബലുൻ ഷാമിഖ്, ജബൽ എന്ന് വായിക്കണം. വലിയ പർവ്വതമുണ്ട്, ഉയർന്ന പർവ്വതം എന്നുള്ളതാണ്. അപ്പൊ അതിലൊന്നും എക്സ്ട്രീംലി എന്നുള്ള പദം ഇല്ല. ലീലകായ എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി മാത്രമാണ് അതിലെ ശരിയായ ഉത്തരം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോയേക്കാം. ഷാർജ് ഡഫയർ എന്നുള്ളത് ഇത് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇംഗ്ലീഷുകാർക്ക് തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ കഴിയുള്ളൂ. ഷാർജ് ഡഫയർ എന്താണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ? അറബി എന്താണ്? കുറച്ച് കടുപ്പുള്ള ട്രാൻസ്ലേഷനാണ്. നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്രാൻസ്ലേഷനാണ് ഇതൊക്കെ. ഷാർജ് ഡഫയർ മീനിങ് എന്താണ്? നമുക്ക് ഉത്തരം ചെയ്യട്ടെ അല്ലേ. ഇതിന്റെ ഉത്തരം അൽ ഖായിമു ബിൽ അഅമാൽ. അൽ ഖായിമു ബിൽ അഅമാൽ എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ. ഇതിന്റെ മലയാളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിപ്ലോമാറ്റിക് മേഖലയിലൊക്കെ, നയതന്ത്ര മേഖലകളിലൊക്കെ ഈ അംബാസഡറുടെ ഒക്കെ ഇൻചാർജ് ആയിട്ട് വരുന്ന ആൾക്കാണ് ഷാർജ് ഡഫയർ എന്ന് പറയുന്നത്. അംബാസഡറിന് ഇപ്പൊ നമ്മൾ മലയാളം പറയില്ലല്ലോ. ഓരോ രാജ്യത്തിന്റെ അംബാസഡർമാരുണ്ടാവും. ഇപ്പൊ ഫലസ്തീൻ അംബാസഡർ, അങ്ങനെ ഒരു അംബാസഡർമാരുണ്ടാവും. ആ അംബാസഡർമാരുടെ പിന്നെ ഇൻചാർജ് വഹിക്കുന്ന, അവരുടെ അഭാവത്തിലും മറ്റുമൊക്കെ അത് വഹിക്കുന്ന ആൾക്കാണ് ഷാർജ് ഡഫയർ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഒരു പേരാണ്. അതിന് അറബിയിൽ പറയുന്നത് അൽ ഖായിമു ബിൽ അഅമാൽ. സഫീറായിട്ട് യാതൊരു ബന്ധവുമില്ല. അൽ ഖായിമു ബിൽ അഅമാൽ, അതായത് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആള്. ബി ഓപ്ഷൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, അത് യാതൊരു ബന്ധമില്ലാത്തതാണ്. ബിയും ബന്ധമില്ല, ഷൂനു സബായിനും ബന്ധമില്ല,
അൽ ഖായിമു ബിൽ മബിയാത്ത് തീരെയും ബന്ധമില്ല. ഇതിൽ ബാക്കിയുള്ള 3 ഓപ്ഷനും ഇതായിട്ട് അടുത്തു കൂടെ പോലും പോയിട്ടില്ല. അപ്പൊ ഇത് ഇതാണ് ഡിപ്ലോമാറ്റിക് രംഗങ്ങളിൽ ഉള്ള ഈ ഡെപ്യൂട്ടേഷൻ എന്ന് പറയാൻ അങ്ങനെ വേണം പറയാം. അപ്പൊ അതിന് പറയുന്നൊരു ടേമാണ്. ഇപ്പൊ അംബാസഡർ എന്നൊക്കെ പറയുന്ന പോലെ പറയുന്ന ഒരു ടേമാണ് ഷാർജ് ഡി ഡെഫയർ എന്നാ പറയാം. പ്രൊണൗൺസിയേഷൻ കുറച്ച് പണിയാണ്. ബാക്കി ഓപ്ഷൻസിന്റെ അർത്ഥം പറയാം സാർ. ഷൂനുൽ അഖലി പറഞ്ഞാൽ ഈ മൈനോറിറ്റി അഫയർസ്, പിന്നെ ഷൂനു സബ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കസ്റ്റമർ അഫയേഴ്സ്, അങ്ങനെ അഫയേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയണം. അതായത് മൈനോറിറ്റി അഫയേഴ്സ് ഉണ്ട്. അൽ ഖായിമുൽ ബിൽ മബിയാത്ത് എന്നുള്ള ടേം തന്നെ ഉള്ളതായിട്ട് എനിക്ക് അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറയാം. എൻ്റെ അറിവിൽ അങ്ങനെ ടേമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലേ. المصطلح العربي മുഖാബിൽ പ്രൊഫഷണൽ എത്തിക്സ് ഖദ് വറദ ഫീ ജുംലത്തി. പ്രൊഫഷണൽ എത്തിക്സ് ഏതിലാണ്, അങ്ങനെയുള്ള ഒരു പദം ഏത് ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്? ഓക്കെ, എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടല്ലേ. എന്താ അറിയുന്നാന്ന് തോന്നുന്നുണ്ട്. അത്തർക്കീസ് അല ഖാനൂനിൽ അഖ്ലാഖിയാത്തിൽ ഹിറഫി ലിമുദർരിസിൽ മദാരിസി അംറുൻ മുഹിമ്മുൻ. അപ്പൊ അവിടെ അഖ്ലാഖിയാത്ത് അൽ ഹിറഫി അല്ലേ, അതിലാണ് ആ പദം പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള പദം വന്നത്. ഖാനൂനുൽ അഖ്ലാഖിയാത്ത് അൽ ഹിറഫി. സ്കൂളുകളിലെ മുദരിസ് പിന്നെ അധ്യാപകർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അമ്രുൻ മുഹിമ്മുൻ. പെഡഗോജിയിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടി. നമുക്ക് അടുത്തേക്ക് പോവാം. അൽ മുസ്തലഹ് അൽ ഇൻഗ്ലീസി മുഖാബില ദിറാസത്തുൽ ഹാല. ദിറാസത്തുൽ ഹാല നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ദിറാസത്തുൽ ഹാല കേസ് സ്റ്റഡി ആണല്ലേ. ഓക്കെ, കേസ് സ്റ്റഡിയാണ്. എൻ്റെ തിസീസ് കേസ് സ്റ്റഡിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ദിറാസത്തുൽ ഹാല കാണുമ്പോൾ ഒരു പ്രത്യേക താല്പര്യമാണ്. റിസർച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും ദിറാസത്തുൽ ഹാൽ. റിസർച്ച് ആവണം കേട്ടോ, സ്കൂളിൽ നടത്തുന്ന റിസർച്ച് ആണെങ്കിലും ഇപ്പോൾ പെഡഗോജിയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കാനൊക്കെ ഉണ്ടാവും ദിറാസത്തുൽ ഹാല കേസ് സ്റ്റഡി. പെഡഗോജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനം കൂടിയാണ്, റിസർച്ച് ആയിട്ട് മാത്രമല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വളരെ രസകരമായിട്ടുള്ളൊരു സാധനമുണ്ട്. ഇത് പൂരിപ്പിക്കാനാണ്. ഇതിൽ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവർ താഴ്ബ എന്നാ കൊടുത്തത്. അപ്പൊ ഞാനത് എന്താ ഈ താഴ്ബ എന്ന് ഞാൻ നോക്കി. അങ്ങനെ ഈ താഴ്ബ എന്നുള്ളതിൽ നൂന് പോയതാവാനാണ് സാധ്യത. താഴ്ബ എന്നുള്ള ഒരു പദം അതന്നെ നേരെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താണ്. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതന്നെയാണ്. ശരി, അതില് താഴ്ബാനാണോ താഴ്ബാനാണോ? അത് ഇതേപോലെ തന്നെയാണ്. മുഅന്നസ് ആയിരിക്കും അല്ലേ? ഓക്കെ, മുഅന്നസ് ആണ്. ഫർഹാന കുറിച്ചാണ് പറയുന്നത്. ഫർഹാന എന്ന് പറഞ്ഞു. അപ്പൊ മുഅന്നസ് തന്നെയാണ്. ശരിയാ. അപ്പൊ റെഡിയാ. തഅബ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഉത്തരം നിങ്ങൾ പറഞ്ഞ പോലെ സി ആണ്. ഓപ്ഷൻസ് എന്താ കറക്റ്റ് അല്ലേ? കുന്തു തഅബാനൻ മുൻദു അയ്യാമിൻ. തഅബാൻ തഅബ അവിടെ പിന്നെ തഅബാൻ നൂന് വേണ്ട, മുഅന്നസ് അല്ലേ. കുന്തു തഅബ മുൻദു അയ്യാമിൻ. പാസ്സായിട്ട് ഞാൻ ക്ഷീണതയാണ്. മാ സഖാനി അഹദുൻ, ആരും വെള്ളം തന്നിട്ടില്ല. റഅയ്തു സഹാബൻ ഫിസ്സമാ, ആകാശത്ത് മേഘം കണ്ടു. മസാ അൽ യൗമി നസലൽ മത്തറു, ഇന്ന് വൈകുന്നേരം മഴ വർഷിച്ചു. ശരിബത്തു വർത്തവൈത്തു, വെള്ളം കുടിച്ചു, ദാഹമകറ്റി. വഖുൽതു അൽഹംദുലില്ലാ അനൽ യൗം ഫർഹാന ജിദ്ദ, സന്തുഷ്ടയാണ് ഞാനെന്ന്. അപ്പൊ അത് ഓപ്ഷൻ സി കറക്റ്റ് ആണല്ലോ. തഅബ, സഹാബ്, നസല, ഇർത്തവൈത്തു, ഫർഹാൻ. തെറ്റൊന്നുമില്ല, ഓപ്ഷൻസിൽ തെറ്റൊന്നുമില്ല. റെഡിയാണത്, കറക്റ്റ് ആണ്. എങ്ങനെ എവിടെ തഴബ എന്നാണുള്ളത്.
തഅബ എന്നാണ് തഅബ. തഅബാന്റെ മുഅന്നസ് തഅബ. ചലഞ്ചിന് കുഴപ്പമുണ്ടൊക്കെ ആയിരിക്കും. ഒന്നുകൂടെ എങ്ങനെ വായിച്ചു കറക്റ്റ്, എങ്ങനെ ഒന്നുകൂടെ വായിച്ചത് അത്. കുന്തു തഅബ മുൻദു അയ്യാമിൻ മാ സഖാനി അഹദുൻ റഅയ്തു സഹാബൻ ഫിസ് സമാ مساء اليوم نزل المطر شربت وارتويت وقلت الحمد لله أنا اليوم فرحانة جدا. റെഡിയല്ലേ? കുന്തു താബ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആദേശിന്റെ അടുത്ത് എന്താ? മുൻദു അയ്യാമിൻ, കുന്തു തഅബ മുൻദു അയ്യാമിൻ. അടുത്തത് കം മിൻ തുആമിൻ നുഹ്ദിറു ഫിൽ അഅയാദി വൽ മുനാസബാത്തിൽ മുഖ്തലിഫ മൽ മുറാദു ബിഹാദൽ കലാം. ഓക്കെ, എല്ലാവരും ബി പറഞ്ഞേക്കണം. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം ചെയ്തണല്ലേ? ഒന്നുകൂടി നഹ്വുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ കം എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കം എന്നുള്ളതിനെ കുറിച്ച് അറിയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നഹ്വുമായിട്ട് ബന്ധപ്പെട്ടാണ്. കമ്മ് രണ്ട് കമ്മുണ്ട്. കം അൽ ഇസ്തിഫാമി ഉണ്ട്, അതുപോലെ കം അൽ ഖബരിയ, മൂന്ന്, അല്ലെങ്കിൽ കമ്മ തഅജുബിയ. അപ്പൊ ഈ ഇതിൽ കം അൽ ഇസ്തിഫാമിയത്താണോ അല്ലെങ്കിൽ കമ്മ തഅജുബിയത്താണോ? കം അൽ ഖബരിയ രണ്ടെണ്ണാണ്, കമൽ ഇസ്തിഫാമിയ കമൽ ഖബരി. ഈ കമൽ ഖബരി തന്നെ തഅജുബിയ, അതുപോലെ തഅജുബിനും കസ്റത്തിനും വരും. അങ്ങനെയല്ലേ ഉള്ളത്? അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഇതിൽ ബി ആണ് ഉത്തരം അല്ലേ? ഇതിൽ ബി ആണ് ഉത്തരം. ഇതിൽ ഒന്നാമത്തത് അസ്വാലു അൻ അൻവാഇ ത്വാം. അൻവാഉ ത്വാം ആണെങ്കിൽ ചോദിക്കേണ്ടത് കമ്മല്ല, അവിടെ ചോദിക്കേണ്ടത് മാഹിയാണ്. അൻവാ ആണെങ്കിൽ മാഹിയെ ചോദിക്കണം. ഓപ്ഷൻ സിയുടെ പ്രശ്നം അദദു ത്വാം ആണെങ്കിൽ കമൽ ഇസ്തിഫാമി ആവണം. അപ്പൊ കം ത്വാമൻ എന്നാവണം. കമ്മിൻ ത്വാമിൻ ഒരിക്കലും പറ്റില്ല. കം ത്വാമൻ തമീസായിട്ട് അങ്ങനെ വരണം. ഓപ്ഷൻ ഡിയുടെ പ്രശ്നം അവിടെ കലാമിന്റെ മുറാദ് മൊത്തം വന്നിട്ടില്ല, അയ്യാദ് മാത്രം വന്നിട്ടുള്ളൂ, മുനാസബാത്ത് മുഖ്തലിഫ് വന്നിട്ടില്ല. അതുകൊണ്ടത് തെറ്റാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി മാത്രമേ ശരിയുള്ളൂ. കമ്മിൻ അവിടെ കം ത്വാമിൻ എന്നാണെങ്കിലും കമൽ ഖബരിയാകും. കമ്മിൻ ത്വാമിനെ ഉറപ്പായിട്ടും അത് കം അൽ ഖബരിയാകും. അപ്പൊ അത് കഥറത്തുള്ള തൊയ്മ, കഥറത്തിന്റെ കം എന്നാണ് പറയുന്നത്. കഥറത്തിന്റെ കം, കഥറത്തിനെ കാണിക്കാനുള്ള കമ്മാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തത് ഇതുപോലെ റീഡിങ് കോംപ്രഹെൻഷൻ തന്നെയാണ്. ഒക്കെ അറിയുന്നായിരുന്നോ? അറിയുന്നത് ചെയ്തി ഉണ്ടാവും തന്നെ വിചാരിക്കണേ. ഇഷ്തറൂ ബിൽ മാലി ഹംദൻ വതുലുബു ഫിന്നാസി മജ്ദൻ. ഇതില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു തെറ്റുണ്ട്. വൽ തുലുബു എന്നൊക്കെയാണ്, അത് ഒരു ലാമ് കൂടിക്കാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, കുഴപ്പമില്ല. ഇഷ്തറൂ ബിൽ മാലി ഹംദൻ വതുലുബു ഫിന്നാസി മജ്ദൻ ഇന്നമ ദുനിയ ജമാലു ലില്ലദി അഅ്താ വഅസ്ദ. അപ്പൊ ഏതാണ് മാദാ യതുലുബു വമാദാ യുഖ്ബിറു അശ്ശാഇർ ഫി ഹാദൈൻ അസ്സത്റൈൻ? രണ്ട് വരികളിൽ എന്താണ് കവി പറയുന്നത്, കവി ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് എന്നതാണ് ചോദ്യം. ഇതും ടെക്സ്റ്റ് ബുക്കാ? മൊത്തം ടെക്സ്റ്റ് ബുക്കാരെ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉത്തരം അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ കവി തേടുന്നത് യത്ലുബു ഇൻഫാഖൽ മാൽ ഫിൽ ഖൈർ, നന്മയിൽ പിന്നെ ചെലവഴിക്കുക. ലിൽ ഹുസൂലി അലൽ ഹംദി വൽ മജ്ദ്, ഹംദും മജ്ദും കിട്ടാൻ, ആളുകളുടെ അടുത്തുനിന്ന് ഹംദും മജ്ദൊക്കെ കിട്ടണമെങ്കിൽ പണം ചെലവഴിക്കണം, അല്ലാത്തവർക്ക് ഒരു മജ്ദും ഉണ്ടാവില്ല, പ്രതാപം ഉണ്ടാവില്ല. അതുപോലെ വയുഖ്ബിറു, കവി പറയുന്ന കാര്യം അന്ന ദുനിയ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന ദുനിയ എന്നുള്ളത് തെറ്റാട്ടോ, അന്ന അല്ലേ? അന്ന എന്നല്ല വേണ്ട, അഖ്ബറിന്റെ ശേഷം വയുഖ്ബിറു അന്ന ദുനിയ, അതൊന്നും ചലഞ്ച് ചെയ്യാൻ പറ്റിയ സാധനമല്ല. വയുഖ്ബിറു അന്ന ദുനിയ തകൂനു ജമീലൻ, ദുനിയാവ് ജമീലാകും ആർക്ക്? ലിമൻ യുഅ്തി വയുസ്ദി വഹദഹു, പിന്നെ ആളുകൾക്ക് നൽകുന്ന. അസ്ദ യുസ്ദി എന്ന് പറഞ്ഞാൽ ആഅ്ത യുഅ്തി എന്നുള്ള അർത്ഥം തന്നെയാണ്.
ആളുകൾക്ക് പിന്നെ കൊടുക്കുന്നവനാണ് ദുനിയാവ് രസം ഉണ്ടാവുക, കൊടുക്കാത്തവന് രസം ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് തന്നെയാണോ വന്നത്? ഓപ്ഷൻ ഡി തന്നെ വന്നത്. ആൻസർ കീ അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തേല് യത്ലുബു ബൈഅൻ നുഖൂദ് ലിസ്തിറാഇൽ ഹംദി, അതൊരിക്കലല്ല. നുഖൂദ് ബൈഅ ചെയ്യണ ഒരിക്കലല്ല. ബി യുഖ്ബിറു അന്നൽ ഹംദ വ ജമാല ദുനിയ യഹ്സുലു അലൈഹിമ മൻ യുൻഫിഖുൽ മാല വഹ്ദഹു, തെറ്റാണ്. പൈസ പിന്നെ ചെലവഴിക്കുന്നവർക്ക് മാത്രമാണ് ഹംദും ജമാലുദ്ദീനും കിട്ടുക എന്നുള്ളതല്ല. ബൈത്തിന്റെ ആശയം അങ്ങനെയല്ല. ഒരു സത്യമായ കാര്യമായിരിക്കാം, പക്ഷെ ബൈത്തിന്റെ ആശയം അതല്ല. ഓപ്ഷൻ സി യത്ലുബു അൻ തകൂന ദുനിയ ജമീലൻ ലിമൻ യുഅതി വയുഖ്ബിറു അനൽ ഹംദ ലിമൻ യുൻഫിഖുൽ മാല ഫിൽ ഖൈർ, അതുമല്ല. അതും ബൈത്തിന്റെ അർത്ഥമായിട്ട് ഒരിക്കലും വരുന്നില്ല. അതായത് പിന്നെ കൊടുക്കുന്നവന് ദുനിയാവ് നന്നാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹം അത് അത് ഖബറാണ്, അത് തൊലബല്ല, അത് ഖബറാണ്. ഖബർ എന്താണ്? അന്ന ദുനിയ തകൂനു ജമീല, അത് ഖബറാണ്. ഖബറും തൊലബും മാറ്റണ്ടല്ലോ. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അസ്താർന ആഅത്ത, അസ്ദാമാന ആഅത്ത. നെക്സ്റ്റ് നോക്കല്ലേ. ഇതും ടെക്സ്റ്റ് ബുക്ക് തന്നെ. ടെക്സ്റ്റ് ബുക്ക് തന്നെ അല്ലേ? മൊത്തം ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കാണാതെ പഠിച്ചാൽ മതി. സദത്തുൽ ഖുറത ബികുല്ലി ഖുവത്തിൻ ഇലൽ മർവ തമവ്വജൽ മൽഅബു ബിസ്സഗാരീദ്. ഹദഫ് ഹദഫ് ടീച്ചർ പറഞ്ഞതാ. മൽ മഅനൽ ഹഖീഖി. അത് ടീച്ചർ പറഞ്ഞതാ? ഓക്കെ. അടുത്തേക്ക് വന്നാല് പറഞ്ഞെന്താ പരസ്പരം മല്ലിട, പിന്നെ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് മൈതാനത്തില് രണ്ട് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലിടുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താണ്? ഇതും ടെക്സ്റ്റ് ബുക്ക് തന്നെയാണോ? ഒരു കവിതയാണ്. ലൗലൽ ബിഹാറു തആവനത് വശംസു മാ ളഹറ അസ്സഹാബു വഗൈതുഹു ലം യഹ്തലി. ഒരു കവിതയാണ്. അപ്പോ മാഹു അൽ അസ്ഹു മിനൽ ജുമലി താലിയ ഇദാ ഹുവില ഹാദൽ ബൈത്തു ഇലാ നസ്രിഹി. ഈ ബൈത്ത് ഗദ്യമാക്കി മാറ്റുകയാണെങ്കിൽ ബിദൂനി ഫവാത്തിൽ മാന, അർത്ഥം നഷ്ടപ്പെടാതെ നമുക്കിത് എങ്ങനെ നസ്റാക്കാം എന്നുള്ളതാണ്. ഇതും പാഠപുസ്തകം അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ലൗലം തആവനത്തിൽ ബിഹാറു വശംസു, സൂര്യനും കടലും പരസ്പരം സഹകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ലഹറ സഹാബു ഫിസ്സമാ, ആകാശത്തിൽ മേഘം പ്രത്യക്ഷപ്പെടുകയില്ല. വലം യൻസിൽ മിൻഹുൽ മത്തറു, മഴ വർഷിക്കുകയും ചെയ്യില്ല ആകാശത്ത്. വലം യൻസിൽ മിൻഹ എന്നായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ ബലമായിട്ടുള്ള സംശയം. വലം യൻസിൽ മിൻഹൽ മത്തറു, മിൻഹുന്ന കൊടുത്തത്. സമാ മുഅന്നത്ത് ആണല്ലോ. പോട്ടെ, അതിപ്പോ വിഷയങ്ങളല്ല. ആ ക്വസ്റ്റ്യനിൽ എന്താ സാറേ? ബിദൂന എന്താ വൈക്ക്? ബിദൂനി ഫവാത്തിൽ മാന, അർത്ഥം നഷ്ടപ്പെടാതെ എങ്ങനെ ഇതിനെ മാറ്റാം. അപ്പോ ഇതില് പിന്നെ ഒന്നാമത്തെ തെറ്റാണ്. കാരണം അൽ ബഹ്റു തആവനത് മഅ ശംസി ഫമാ ലഹറ സഹാബുന, ഒരിക്കലുമായിട്ട് ഒരു നിലക്കും ശരിയാവണില്ല. സൂര്യനും കടലും സഹകരിച്ചു, അങ്ങനെ അപ്പം മേഘം വന്നില്ല, മഴ പെയ്തില്ല, അതൊരിക്കലും അല്ല. ഒന്നാമത്തെ സഹകരിച്ചിട്ടില്ല, സഹകരണം നടന്നിട്ടില്ല. സഹകരിച്ചാൽ എന്നാ പറയണത്, പിന്നെ സഹകരിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് പറയണത്. സഹകരിച്ചിട്ടില്ലെങ്കിൽ വരൂല എന്നാണ് ഇതിൽ പറയണത്. പിന്നെ ബിയിൽ വരുന്നത് അൽ ബിഹാറു വശംസു തആവനത് ഫ ലഹറ സഹാബു വഹതല ഗൈതുഹു, അതും തെറ്റാണ്. കാരണം അങ്ങനെ ഒരു ഖബരിയായ കലാമല്ല പറയണത്. സൂര്യനും ചന്ദ്രനൊക്കെ സഹകരിച്ചു, അപ്പം അങ്ങനെ എങ്ങനെയാണ് മഴ വർഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പറയല്ല.
ഇതിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരിച്ചിട്ടില്ലെങ്കിൽ മേഘമൊന്നും ഉണ്ടാവില്ല, മഴ വർഷിക്കൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ബിയും തെറ്റാണ്. ഇനി സി നോക്കുകയാണെങ്കിൽ ലൗ തആവനത്തിൽ ബിഹാറു മഅ ശംസി ഫമാ ളഹറ സഹാബു വലം യൻസിൽ മത്തറു. അതും തെറ്റാണ്, അത് ഉറപ്പായിട്ടും തെറ്റാണ്. സഹകരിച്ചു കഴിഞ്ഞാൽ, പരസ്പരം സഹകരിച്ചു കഴിഞ്ഞാൽ സഹാബ് ഉണ്ടാവില്ല, മഴ വർഷിക്കൂല എന്നൊക്കെയാണ്. അത് ഒന്നാമത്തെ പോലെ തന്നെ. മാറ്റണ്ട്, ഷർത്തിയായ കലാമാണ്, മറ്റ് അല്ലാത്തതാണ്. അപ്പൊ ഡി മാത്രമേ ഇതിൽ ശരിയുള്ളൂ. ലൗലം തആവനത്തിൽ ബിഹാറു വശംസ് മാ ളഹറ സഹാബു ഫിസ്സമാ വലം യൻസിൽ മിൻഹൽ മത്തറു. അത് മാത്രമേ അർത്ഥം പായാകാതെ നമുക്ക് തഹ്വീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഗദ്യത്തിലേക്ക് തഹ്വീൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ഇത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുത്ത് എന്തോ ഒരു പഴയ പറ്റിയാണ്. ഇതിൽ ഇങ്ങനെ നല്ലായിരുന്നതുണ്ടായിരുന്നു, അപ്പൊ എങ്ങനെ ആക്കിയതാണ്. ഇതിൽ ഓപ്ഷൻ എ ഉണ്ടായിരുന്നത് ഇഖ്തർ മിന തസ്രീഹാത്തി താലിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ കൊടുത്തത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും. ഓപ്ഷൻ എ കൊടുത്തത് ഇഖ്തർ മിന തസ്രീഹാത്തി താലിയ തസ്രീഹിന ഗൈറ മുവാഫിഖ. അത് ശരിക്കും ഓപ്ഷൻ അല്ല, അത് ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ആയിപ്പോ. എനിക്ക് തോന്നുന്നത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ 3 സാധനം കൊടുത്തിട്ട് പിന്നെ ഇതിൽ നിന്ന് എ മാത്രം, എയും ബിയും മാത്രം, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇത് ചലഞ്ചബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അതിന്റെ വിദഗ്ധരുമായിട്ട് കൺസൾട്ട് ചെയ്യട്ടോ. ഏതായാലും ഈ 4 ഓപ്ഷൻ ഇനി ഇല്ല, അതെനിക്ക് ഉറപ്പാണ്. മാത്രമല്ല ആൻസർ ആയി ശരിയാവും ചെയ്യൂലേ? അതെ, അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. ഇതിന്റെ ആൻസറും തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറ്റൂല. ഇത് യോജിക്കാത്തല്ലേ ചോദിച്ചത്, അപ്പൊ ഇതിന് കറക്റ്റ് ആൻസർ ഇല്ലല്ലോ. ഇതിന് ആൻസർ ഇല്ല, കറക്റ്റ് ആൻസറിൽ കാണാൻ പറ്റില്ല. കാരണം നമുക്ക് വായിക്കാം. അതുകൊണ്ട് വേണം ചലഞ്ച് കൊടുക്കുക അല്ലേ. കാനത്ത് ഉസ്രത്തു ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹമായിരുന്നു ഷെയ്ഖ് സുലൈമാൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ കുടുംബമായിരുന്നു. തുആനി മിനൽ ഫഖ്രി വൽ ഫാഖ, അവർ ഫഖറും ഫാഖത്ത്, ദരിദ്രം സഫറയായിരുന്നു, ദാരിദ്ര്യം നേരിടുകയായിരുന്നു. വലിയ ഇൽത്തറ സുലൈമാൻ അൻ യുൻഹിയ ദിറാസത്തുഹു റസ്മിയ, ഔദ്യോഗിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി നിർബന്ധിത ഘട്ടത്തിലായി. പിസന അത്താനിയൽ ഇബ്തിദായി, 2ാം ക്ലാസ്സിൽ വെച്ചിട്ട്. വക്കാനി വഹിബുൽ അമല വത്തിജാറ, ഭയങ്കര പിന്നായിട്ട് അമല തിജാറത്ത്, കച്ചവടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. മുന്തു നഊമത്തി അൽഫാരി, ചെറുപ്രായം മുതൽ തന്നെ. മാത്രമല്ല വയംലിക്കുൽ ഹിമ്മത്ത വൽ അസീമത്ത വത്തിഖാ ബിൻ നഫ്സ്, ഭയങ്കരമായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ്റെ ഹിമ്മത്ത്, മനോധൈര്യം, അസീമത്ത് അതന്നെ മനോധൈര്യം, വത്തിഖാ ബിൻ നഫ്സ്, സെൽഫ് റിലയബിലിറ്റി, എന്താ പറയാ, കോൺഫിഡൻസ്. വത്തിഖാ ബിൻ നഫ്സ് എന്ന കോൺഫിഡൻസ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ഇന്നിപ്പോ ചെയ്യേണ്ടത് ഇഖ്തർ മിന തസ്രീഹാത്തി താലിയ തസ്രീഹൻ ഗൈറ മുവാഫിഖിൻ ലിമഅന ഹാദിഹിൽ ഫഖറ. ഈ ഫഖറയുടെ മഅനക്ക് യോജിക്കാത്ത തസ്രീഹ് ആണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തത് കാനത്തിൽ ഉസ്ര തുവാജിഹു ഖില്ലത്തൽ മഈഷ വലിദാ തർക്ക സുലൈമാൻ ദിറാസത്തു. ശരിയാണ്, അത് യോജിക്കാത്തല്ല, യോജിക്കുന്നതാണത്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ഖില്ലത്തുൽ മഈഷ നേരിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. ശരിയാണ്. ബി നോക്കാം. കാന സുലൈമാൻ യതഹല്ല ബിൽ ഹിമ്മ വത്തിഖാ ബിൻ നഫ്സ്. അതും ശരിയാണ്, അതും യോജിക്കാത്തതല്ല, യോജിക്കുന്നതാണ്. ഹിമ്മത്തും സിഖത്തു ബിൻ നഫ്സ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മീനിങ് എന്താ സാറേ വരാ? ഏതിന്റെ യതഹല്ല? യതഹല്ല പറഞ്ഞാൽ ശരിക്ക് ആഭരണം അണിയാന്നാണ്. ഇവിടെ അദ്ദേഹത്തിന് അത് ഉണ്ടായിരുന്നു എന്നല്ല, ഹിമ്മത്ത് ഉണ്ടായിരുന്നു. നമ്മളെ ഒരു ആലങ്കാരിക പ്രയോഗമാണത്, മജാസിയായ പ്രയോഗമാണ്. ഓപ്ഷൻ സി നോക്കാം. ഇൽത്തറ സുലൈമാൻ അൻ യുൻഹിയ ദിറാസത്തുഹു റസ്മിയ ബിസബബി ഫഖ്റിൽ ഉസ്ര. അതും ശരിയാണ്. ഈ 3 ഓപ്ഷൻസും ഈ ഫഖ്റയുടെ ഈ പാരഗ്രാഫിന്റെ ഇതിനോട് യോജിക്കുന്നതാണ്. ഇതിൽ ആൻസർ ഇല്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇല്ലത്തുൽ മഈഷ എന്നുള്ള വാക്ക് സെന്റൻസിൽ കിട്ടുന്നില്ലല്ലോ സാറേ. ആശയാണ് നമ്മൾ നോക്കുക, ആ പദം നോക്കേണ്ട ആവശ്യമില്ല. തുആനി മിനൽ ഫഖ്രി വൽ ഫാഖ എന്ന് പറഞ്ഞാൽ അതാണ്. മഈഷത്ത് പറഞ്ഞാല് ജീവിതമാർഗം കുറവായിരുന്നു എന്നല്ല.
അതുകൊണ്ടാണ് അദ്ദേഹം ജോലിക്ക് പോയത്, പഠനം ഉപേക്ഷിച്ചിട്ട് അങ്ങനെയാ പഠിപ്പിച്ചത് നമ്മൾ. أنت يا حبيبي قد حققت أحلامي وأنا أفتخر بأنني أم محارب شجاع. നിങ്ങൾ അങ്ങനെ പറയണ്ടേ? يفدي بنفسه للوطن أبشر يا بني فحبل الإعدام إسام للمحارب. എന്നാണല്ലേ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക്. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ പോലെ അല്ലേ? ചെയ്തോളിയും ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി അല്ല എല്ലാവരും പറഞ്ഞേ? എന്നാണ് ഉത്തരം? അതൊന്ന് വായിക്ക് സാറേ. വേർഡൊക്കെ എങ്ങനെ പറയാൻ പറ്റേ? ട്രംപാണ് നമ്മളെ ബഹുമാനപ്പെട്ട ട്രംപ് അവർകളാണ്. وقال ترامب على منصته للتواصل الاجتماعي تروث سوشيال بناء على البيان الصادر عن حماس أعتقد أنهم مستعدون لسلام دائم على إسرائيل أن تتوقف عن قصف غزة فورا حتى نتمكن من إخراج الرهائن بأمان وبسرعة من الخطير جدا القيام بذلك في الوقت الحالي. ഇതാണ് ഇപ്പോൾ നമ്മുടെ വാർത്തയുള്ളത്. ഒരു വാർത്ത വന്നാണ്, ബയാൻ സ്വഹ്ബി വന്നാണ്, പത്രക്കുറിപ്പ് വന്നു. ചോദ്യം അതല്ല, മാഹുവൽ ഖതീർ ജിദ്ദൻ, ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്താണ്? അല്ലദി അശറ ഇലൈഹി ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്ന ഏറ്റവും അപകടകരമായിരിക്കുന്ന കാര്യം ഫി ഹാദൽ ബലാഗ്, ഈ ഒരു നോട്ടീസിൽ അദ്ദേഹം വളരെ അപകടകരം എന്ന് പറഞ്ഞിട്ടുള്ള എന്തിനെ കുറിച്ചാണ്? അപ്പോൾ അതിനുത്തരം ഇഖ്റാജുർ റഹാഇൻ, ഈ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുക, ഇന്നൈദിൽ ഹമാസി, ഹമാസിന്റെ കൈകളിൽ നിന്ന് ഈ ബലി പിടിച്ച തടവിലാക്കിയ ആളുകളുണ്ടല്ലോ, അമേരിക്ക ഇസ്രായേലിന്റെ, ഈ അഖല്ലി വക്തിന് വളരെ പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഖതീർ ജിദ്ദ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് വായിച്ചു വെക്കാം. وقال ترامب على منصته للتواصل الاجتماعي, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനാണ് മിനസ്സത്തു തവാസുൽ അൽ ഇജ്തിമാഇ എന്ന് പറയുന്നത്. മിനസ്സത്ത് പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യൽ, അത് നമ്മളെ ട്രൂത്ത് സോഷ്യൽ എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം പോസ്റ്റൊക്കെ ചെയ്യലയിലാണ്. ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ട്രൂത്ത് സോഷ്യലാണ് ഉപയോഗിക്കുക. അതുപോലെ എക്സും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ബിനാഅൻ അലൽ ബയാനി സ്വാദിർ അൻ ഹമാസ്, ഹമാസിനെ തൊട്ട് ഉദ്ധരിച്ച് വന്നിട്ടുള്ളതായ പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, പത്രക്കുറിപ്പ് എന്ന് പറയേണ്ട സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, അഅ്തഖിദു അന്നഹു മുസ്തഇദൂന ലിസ്ലാമി ദായിമൻ, ഞാൻ വിചാരിക്കുന്നത് അവര് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ദായിമായിട്ടുള്ള ഒരു പീസിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് ഇസ്രായേലിനോടാണ് പറയണത്, ഇനി അല ഇസ്രായേലിന് മേൽ നിർബന്ധമായിരിക്കുന്ന കാര്യം, അൻ തതവഖഫ അൻ ഖസ്ഫി ഗസ ഫൗറൻ, ഈ ഗസയിലെ ബോംബിടൽ പെട്ടെന്ന് തന്നെ നിർത്തണം. ഹത്താ നതമക്കന, നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ, മിൻ ഇഖ്റാജിർ റഹായിൻ ബിയമാനിൻ വബിസുർ, ഈ ഹമാസിന്റെ കൈകളിൽ നിന്ന് വളരെ പെട്ടെന്ന് വളരെ സേഫായിട്ട് ഹോസ്റ്റേജിനൊക്കെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ വെളിയിർത്തണം എന്ന് ട്രംപ് പറഞ്ഞു. അതോടൊപ്പം മിനൽ ഖതീർ ജിദ്ദൻ, വളരെ അപകടകരമാക്കുന്ന കാര്യമാണ്, അൽ ഖിയാമു ബിദാലിക ഫിൽ വഖ്തിൽ ഹാൽ, ഇപ്പൊ അവര് ഈ ഇഖ്റാജു റഹായിൻ ചെയ്യും തോന്നുന്നില്ല. കാരണം ഇപ്പൊ നിങ്ങളിങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോ ചോദ്യം, മിനൽ ഖതീർ ജിദ്ദൻ അൽ ഖിയാമു ബിദാലിക, ആ ബിദാലിക്കന്റെ മുഷാറിലേഹി ഏതാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദാലിക്കാളുടെ ഇഷാറത്തിന്റെ ഇസ്മാണല്ലോ, അപ്പൊ അതിന്റെ മുഷാറിലേഹി മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ മുമ്പിലുള്ള സംഗതിയാണത്, നമുക്ക് ആ ഉത്തരം വേഗം കിട്ടും. അൽ ഖിയാമു ബിദാലിക്ക, ആ കാര്യം ചെയ്യൽ, ഏത് കാര്യം? അത് ഇഖ്റാജുർ റഹായിൻ ബിയമാനിൻ വബിസുറ. അപ്പോ അതിന് ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ സാറേ? ഇവിടെ തവാസുൽ ഇജ്തിമാഇയ്യക്ക് ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് ഉപയോഗിച്ചു, അതെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് ഉപയോഗിച്ചു നേരത്തെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ പറയാം. പിന്നെ അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല, സോഷ്യൽ നെറ്റ്വർക്ക് എന്നേ ഉള്ളൂ. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് അവിടെ അത് ശരിയായിട്ടുള്ളത്.
അൻസറിന്റെ മീനിങ് ഇഖ്റാജുർ റഹായിൻ, ഈ ഹോസ്റ്റേജസ് ഉണ്ടല്ലോ, ഈ പിന്നെ തടവ് പുള്ളികൾ, അവരെ പുറത്തു കൊണ്ടുവരാം. പിന്നെ ഐദിൽ ഹമാസി, ഹമാസിന്റെ കരങ്ങളിൽ നിന്ന്. ഹമാസ് പിടിച്ചതായിരുന്നു കുറെ ഇസ്രായേലികളെ. അവരെ പുറത്തു കൊണ്ടുവരാം. ബി അഖല്ലി വക്തിൻ, ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ, ഏറ്റവും എത്രയും പെട്ടെന്ന് നടത്തും. ആണ് അതിന്റെ ആൻസറിന്റെ മീനിങ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ പിന്നെ തുരുമ്പ് എന്ന് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആയിരിക്കും അല്ലേ. നമ്മളെപ്പോഴും പറയുന്ന പോലെ പരീക്ഷ കഴിഞ്ഞാലേ നമ്മളെ ഒരു PSC കണ്ടിട്ട് അല്ലാഹു തആല നമ്മളെ ഉണ്ടാക്കിയൊന്നല്ലല്ലോ. ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും, അതല്ലേ നമ്മള് ഖുർആൻ. അപ്പൊ അത് അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെയും ലാ തഅസൗ അലാ മാ ഫാതകും, നീ കിട്ടുകയാണെങ്കിലും തന്നെ വലാ തഫ്റഹു ബിമാ ആതാകും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ മെനക്കെട്ടി ഉണ്ടാവും. ആ മെനക്കെടല് നമുക്ക് എന്തായാലും ഉപകാരം, ഏതെങ്കിലും നിലക്ക് ഉപകാരം ഉണ്ടാവും, നഷ്ടപ്പെടൂല. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ കിട്ടൂല എന്നുള്ള നിലക്ക് ആക്കി വെച്ചുവിടാൻ തോന്നിട്ടില്ലേ? കിട്ടുട്ട് എന്തായാലും എല്ലാവർക്കും. പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ പിന്നെ പേഴ്സണലി അഭിപ്രായം പറഞ്ഞു, ഭയങ്കര ഇതായിരുന്നു, ടഫ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇല്ലാതെ തീരെ കിട്ടാത്ത സാധനം നല്ല, ഒരുപക്ഷെ കട്ട് ഓഫ് ഒക്കെ പറ്റ കുറയും. ആ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഖുർആൻ ഓതാൻ നല്ലത് ഏതായാലും പോയി ഖുർആൻ ഓതിക്കോളെ നിസ്കരിച്ചിട്ട്. ആയിക്കോട്ടെ, അത് അവസാനിപ്പിക്കാം അല്ലേ? ഇന്നത്തെ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാമല്ലോ.